നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇനി ഷാർജയിലെ ഒരു പാർക്കിലേക്ക് പോവാം. പാർക്ക് പോലെ പരിപാലിച്ചിരിക്കുന്നെങ്കിലും ഇതൊരു പാർക്കല്ല, സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. അതായത് കക്കൂസ് മാലിന്യങ്ങൾ വൃത്തിയാക്കുന്ന സ്ഥലം. ദുർഗന്ധമൊന്നുമില്ല, മനോഹരമായ പാർക്ക് പോലെ വൃത്തിയായി സംരക്ഷിച്ചിരിക്കുന്നു. ഷാർജയിലെ ഇതുപോലെ 2 സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ പരിപാലിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗൾഫ് എക്കോ ഫ്രണ്ട്ലി സർവീസസ് ആണ്. ഗൾഫ് എക്കോ ഫ്രണ്ട്ലി സർവീസസിൻ്റെ MD ശ്രീ പ്രിൻസ് സാറ് ഈ പ്ലാന്റിനെ കുറിച്ചും ഇവിടുത്തെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും ഒക്കെ നമ്മളോട് സംസാരിക്കുന്നു. ഹായ്, എൻ്റെ പേര് പ്രിൻസ്. നാട് കോട്ടയത്താണ്, പാകത്താനത്താണ് വീട്. ഇവിടെ 14 വർഷമായിട്ട് UAE-യിലാണ്. ഇതിനു മുമ്പ് 2 വർഷം സൗദിയിലായിരുന്നു. സൗദിയിലെ ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടൊരു ഗ്രോത്തിന് ഒരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് നേരെ ദുബൈയിൽ വരികയായിരുന്നു. ആദ്യം ഞാനിവിടെ ജോലിക്കായിട്ടാണ് വന്നത്. 6 വർഷത്തോളം ഞാനിവിടെ ജോലി ചെയ്യുകയായിരുന്നു, പല ഫീൽഡിൽ. അതിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ജോലി ചെയ്തിട്ടുണ്ട്, സെയിൽസിലും മാർക്കറ്റിങ്ങിലും. ആ ഫീൽഡിൽ നിന്ന് പിന്നെ സ്വന്തമായിട്ട് മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ട്രേഡേഴ്സിന് സപ്ലൈ ചെയ്യുന്ന ഒരു ഇതിലോട്ട് മാറി. ഒരു 7 വർഷത്തോളമായി സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ട്രേഡിങ്ങും വാട്ടർ ട്രീറ്റ്മെൻറ്റിനകത്ത് സിവറേജ് വാട്ടർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, RO പ്ലാന്റ്സുകളുണ്ട്. പിന്നെ ഇവിടുത്തെ മേജറായിട്ടുള്ള പൈപ്പ് ലൈൻ പ്രൊജക്റ്റുകൾ, മെയിൻ്റനൻസ്, ഇതൊക്കെ ചെയ്യുന്നു. ഏകദേശം 100-നടുത്ത് ഇന്ത്യൻസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകിച്ച് ഷാർജയിലെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഞങ്ങളാണ് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു രീതിയിലാണ് അത് ചെയ്യുന്നത്. സിവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ എല്ലായിടത്തും ഒരു ബാഡ് സ്മെല്ലും അതിൻ്റെ ചുറ്റുപാടും എല്ലാം വളരെ മോശം കണ്ടീഷനിലായിരിക്കും. പക്ഷേ ഞങ്ങളുടെ പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ ക്ലീനായിട്ട്, നിങ്ങളൊരു ഗാർഡനകത്ത് കയറിയ ഒരു ഫീലാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതാരേലും പറഞ്ഞാൽ മാത്രമേ അതൊരു STP ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു ഹൗസ് കീപ്പിംഗ്, അതായത് അവരവരുടെ പണി വർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന റോൾ എല്ലാവരും ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് വരും എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഈ ഫീൽഡിൽ നേരത്തെ പ്രീവിയസ് എക്സ്പീരിയൻസോ പരിചയമൊന്നും ഇല്ലായിരുന്നു. ഇത് റിലേറ്റഡായിട്ട് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റുമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോഴത്തേന് അത് റിലേറ്റഡായിട്ടുള്ള ചർച്ചകളിൽ നിന്നാണ് ഇങ്ങനെ ഒരു അവസരം വന്നതും. നമ്മളൊരു പ്ലാന്റ്, ഇവിടുത്തെ ഫ്രീ സോണിൻ്റെ ഡയറക്ടർ ജനറൽ ഒരു പ്ലാന്റ് ട്രയൽ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് തന്നു. പുള്ളി അതിൻ്റെ ആ ഒരു റിസ്ക് പുള്ളി എടുത്തു. പക്ഷേ നമ്മളത് സക്സസ് ആയി. എല്ലാവരെയും പോലെ നാട്ടിൽ ജീവിക്കുമ്പം ഗൾഫാണല്ലോ മനസ്സിൽ. അങ്ങനെ പിന്നെ ചില സിറ്റുവേഷൻസ് നമ്മളെ ഇവിടെ എത്തിക്കും. ഉത്കണ്ഠയും ടെൻഷനും ഉണ്ടെങ്കിലാണ് നമ്മൾ പല അബദ്ധങ്ങളിലും പോയി ചാടുന്നത്. ഇപ്പം അത് ജീവിതത്തിലില്ല എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ദൈവം വഴി കാണിച്ചു തരും. ഒത്തിരി നന്ദി പറയേണ്ട ഇവിടുത്തെ ഗവൺമെൻറ്റിനോടാണ്. കാരണം നമ്മുടെ നീതി പുലർത്തി കഴിയുമ്പോൾ, നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ അവരോട് കാണിക്കുന്ന ആത്മാർത്ഥം അവർ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് ഒത്തിരി ഉണ്ട്. ആ സപ്പോർട്ടിലൂടെയാണ് നമ്മൾ
വളരുന്നത്. 2013 ടോപ്പ് 3 കമ്പനി അവാർഡ് നമുക്ക് കിട്ടിയതാണ്. നല്ല 3 കമ്പനികളെ സെലക്ട് ചെയ്തതിൽ അതിലൊന്ന് നമ്മളായിരുന്നു. ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് വെച്ചായിരുന്നു അതിൻ്റെ അവാർഡ്. അതുപോലെ തന്നെ പ്രൊജക്ട് ഓഫ് ദ ഇയർ അവാർഡ് 2014 എനിക്കാണ് കിട്ടി. അതും ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് വെച്ചായിരുന്നു. ട്രേഡിങ് ഈ പറയുന്ന പോലെ വളരെ കോമ്പറ്റീഷനുള്ള ഒരു മാർക്കറ്റാണ് UAE. നിങ്ങളിപ്പോൾ ഒരു 2 കിലോമീറ്റർ പോയാൽ അതിനകത്ത് ഒരു 10 ഹാർഡ്വെയർ ഷോപ്പെല്ലാം കാണും, ബിൽഡിംഗ് മെറ്റീരിയൽ ഹാർഡ്വെയർ ഷോപ്പ്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ആദ്യം ചെയ്തെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി, ന്യായമായ റീസണബിളായിട്ടുള്ള പ്രൈസിന് ഇവിടെ ഇറക്കി, അത് ആൾക്കാർ സ്വീകരിച്ചു. അതാണ് ഞങ്ങളുടെ നിലനിൽപ്പ്. ഇത് മെയിനായിട്ടുള്ള ഡ്രെയിനേജ് ആദ്യം വരുന്നത് ഈ ടാങ്കിലാണ്. ഇതിനെ കളക്ഷൻ ടാങ്ക് എന്ന് പറയും. ഇവിടെ നിന്നാണ് ഈ ഓരോ ടാങ്കിലോട്ടും പോയിട്ട് പല സ്റ്റേജ് കടന്നിട്ട് പ്രോസസ്സ് ചെയ്ത് ലാസ്റ്റ് ഉള്ള 2 ടാങ്ക് ഉണ്ട്, ട്രീറ്റഡ് വാട്ടർ ടാങ്കിൽ. അതിൽ നിന്നാണ് പിന്നെ ഇറിഗേഷനായിട്ട് ഈ വെള്ളം പോകുന്നത്. ഈ ബാക്ടീരിയ ആണ് ഈ വെള്ളത്തിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് നല്ല ബാക്ടീരിയ, മോശം ബാക്ടീരിയ, ആ ഒരു ബാക്ടീരിയ പ്രോസസ്സിലൂടെ ട്രീറ്റായി അവിടെ വെച്ച് സെപ്പറേറ്റ് ആകും. അതൊരു സെപ്പറേഷൻ സിസ്റ്റം ഉണ്ട്. ട്രീറ്റഡ് വാട്ടർ, പിന്നെ സാൻഡ് ഫിൽറ്റർ, കാർബൺ ഫിൽറ്റർ വഴി കയറിയിട്ട് ട്രീറ്റഡ് വാട്ടർ ടാങ്കിൽ പോയി. മറ്റേ സോളിഡ് സ്ലഡ്ജ്, അതൊരു പേസ്റ്റ് രൂപത്തിലേ വരുള്ളൂ, ഫ്ലോ ആകണമെന്നുള്ളത്. അത് സ്ലഡ്ജ് ഹോൾഡിംഗ് ടാങ്കിൽ പോകും. അവിടെ നിന്ന് പിന്നെ മുനിസിപ്പാലിറ്റിക്ക് പോകും. സിവറേജ് ലൈൻ മാത്രമേ വരാൻ പാടുള്ളൂ. ഇൻഡസ്ട്രീസിൻ്റെ വേസ്റ്റുകളൊന്നും അതിനകത്ത് അലൗഡല്ല. അതെല്ലാം റെഗുലറായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കെമിക്കൽ വേസ്റ്റ് അങ്ങനെയുള്ളത് വന്നു കഴിഞ്ഞാൽ അതിന് വേറെ സംവിധാനങ്ങളുണ്ട്. അതാണ് അതിന് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഈ കളർ കോൺസെപ്റ്റിൻ്റെ ഐഡിയ എനിക്ക് തന്നത് ഇവിടുത്തെ നേരത്തെ ഡയറക്ടർ ജനറൽ ഡോക്ടർ റഷീദ് അലി എന്ന് പറയുന്ന ഡയറക്ടർ ജനറലായിരുന്നു. പുള്ളി തന്ന ഒരു അഡ്വൈസാണ് ഈ കളർ കോൺസെപ്റ്റ്. പുള്ളി ഈ ഗ്രീനറിയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ വരുമ്പോഴത്തേന് ഒരു STP ആണ്, അല്ലെ ഒരു മോശം ഏരിയ ആണെന്നുള്ള ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ട്രീറ്റ് ചെയ്ത ഒരു വേസ്റ്റ് എന്ന് പറയുന്നത് ട്രീറ്റഡ് വാട്ടറാണ്. അത് ഈ പറയുന്ന പോലെ മാക്സിമം ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുന്നത്. അത് തന്നെ തികയുന്നില്ല. ഓക്കെ. പിന്നെ അതിൻ്റെ സ്ലഡ്ജസ്, അത് ഇവിടെ മുനിസിപ്പാലിറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അവരതിനെ മനൂറാക്കി വേറെ രീതിയിൽ പുറത്ത് കൊണ്ടുപോകും. പ്രോപ്പറായിട്ട് അത് സംസ്കരിച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമ്പോസ്റ്റായിട്ടും പല രീതിയിൽ അത് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ എൻ്റെ ഒരു പ്രത്യേക എൻ്റർടൈൻമെൻറ്റ്, എനിക്ക് സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആ ടൈമിലാണ്. പിള്ളേരും വൈഫും ഒക്കെ ആയിട്ട് ഒന്നിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു എൻ്റർടൈൻമെൻറ്റ്. The home in your dreams. The comfort you wanted. We have many options. Nova Castle, Meridian Heights, Blue Diamond, Oakdale, Sharon Hills. One builder with many options. Samson and Sons Builders and Developers Private Limited. Trust across generations. UAE Exchange, world's trusted money transferer. The home in your dreams. The comfort you wanted. We have many options. Nova Castle, Meridian Heights, Blue Diamond, Oakdale, Sharon Hills. One builder with many options. Samson and Sons Builders and Developers Private Limited. നമസ്കാരം. നമ്മളിപ്പോൾ UAE അജ്മാനിലാണ്. അജ്മാൻ അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്ന മനോഹരമായ ഒരു എമിറേറ്റുകളിൽ ഒന്നാണ്.
ഇവിടെ ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഗൾഫ് എക്കോ ഫ്രണ്ട്ലി സർവീസസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ ശ്രീ പ്രിൻസ് സാറിൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ്. അദ്ദേഹത്തിൻ്റെ കൊച്ചു കുടുംബത്തോടൊപ്പമാണ് നമ്മൾ. കുറച്ച് വിശേഷങ്ങൾ അദ്ദേഹം നമ്മളോട് പങ്കുവച്ചു. ഇനി കുടുംബത്തിലെ വിശേഷങ്ങളാണ് നമുക്കറിയാനുള്ളത്. നമ്മൾ കുറേ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു. അജ്മാൻ്റെ അല്ലെങ്കിൽ UAE പ്രത്യേകതകൾ, ഇവിടുത്തെ ബിസിനസ് സാധ്യത, കുറേ കാര്യങ്ങൾ നമ്മൾ കുറേ സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് തന്നെ സംസാരിച്ചു. ഇപ്പോൾ കൊച്ചു കുടുംബത്തോടൊപ്പം ഇവിടെ ഇരിക്കുമ്പോൾ, ഇപ്പോൾ ഈ കുടുംബ അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ എന്താ പറയാനുള്ളത് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം? നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പം കുടുംബത്തോട് കൂടിയിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട്. പക്ഷേ നാട്ടുകാരെ അതേപോലെ തന്നെ നമ്മൾ മിസ് ചെയ്യുകയും ചെയ്യുന്നു. നാട്ടിലെ ആ ഒരു പഴയ ഒരു കൂട്ടായ്മയുണ്ട്, ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ മിസ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നു. പക്ഷേ ഇവിടെ നിന്നാലേ പറ്റുള്ളൂ, എങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകാറുണ്ട്. പോയി ആ ഒരു ഇത് ഈ ഇവർക്ക് കുട്ടികൾക്കൊക്കെ നാട്ടിൽ പോകുന്നത് ഇഷ്ടമാണ്. നാട്ടിൽ പോകുന്നത് വളരെ ഇഷ്ടമാണ്. കാരണം നമ്മൾ നാട്ടിൽ പോയി കൂടി വന്നാൽ ഒരു 15-20 ദിവസം അവിടെ നിൽക്കാറുള്ളത്. അത്രയും ദിവസം മാക്സിമം അവർ എൻജോയ് ചെയ്തിട്ടാണ് വരല്. ഇവിടെ ഇപ്പം വെക്കേഷനൊക്കെ ആകുന്ന സമയത്ത് ഇവിടെ എങ്ങനെയാണ് അത്യാവശ്യം കുടുംബപരമായി സമയം ചെലവഴിക്കാനുള്ള? ഇവിടെ കൂടിയ സമയം ഇപ്പം വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടുകളിലാണ്. പിന്നെ ഇവിടെയും കുറച്ച് ഫ്രണ്ട് സർക്കിളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള വിസിറ്റുകൾ, പിന്നെ പുറത്തും ഫാമിലി ആയിട്ട് ചേർന്ന് ഒത്തുചേരലാണ് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അതെ. അതല്ലാതെ പിന്നെ ഔട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഔട്ടിംഗ് ഇവിടെ കണ്ട സ്ഥലങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ 2-3 പ്രാവശ്യം ആയി കഴിയുമ്പോൾ മടുക്കും. മക്കൾ 3 പേര്. ഒന്ന് ന്യൂ ബോൺ ആണ്, കഴിഞ്ഞ 11-ാം തീയതി. കുഞ്ഞുവാവ. ഇപ്പൊ ഇവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? ആബേൽ. കലാഭവനിൽ ഒരു ആബേൽ അച്ഛനുണ്ടായിരുന്നു. ആ ആബേലാണോ ഈ ആബേൽ? ഇല്ല, അതല്ല അല്ലേ? ശരി. എന്താ പഠിക്കുന്നത്? 5th സ്റ്റാൻഡേർഡ്. 5th സ്കൂള്? അവർ ഇംഗ്ലീഷ് ഹൈസ്കൂൾ. രണ്ടുപേരും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്? ശരി. എന്താണ് അംബീഷൻ? എന്താണ് ഇപ്പൊ 5th ഇനിയിപ്പോ? ബിസിനസ്മാൻ ആവണമെന്നാണ് ആഗ്രഹം. അത് പപ്പ ബിസിനസ്മാൻ ആയതുകൊണ്ടാണോ? പപ്പ പട്ടാളക്കാരനായിരുന്നെങ്കിലോ? പട്ടാളത്തിലാണോ? പിന്നെ അപ്പോഴും ബിസിനസ് തന്നെ. അത് ശരി. ഏത് ബിസിനസ്സാണ്? ബിസിനസ് ഒരുപാടുണ്ടല്ലോ. അതെന്തെങ്കിലും. ശരി. നാട്ടിലൊക്കെ പോകാറുണ്ടല്ലോ അല്ലേ? അവിടെ പോകുമ്പോൾ ആരുടെ വീട്ടിൽ പോകാനോ? പപ്പയുടെ വീട്ടിലോ മമ്മയുടെ വീട്ടിലോ? എവിടെയാണ് പോകുന്നത്? 2 പേര് വീട്ടിൽ പോകും. അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവിടെ പോകുമ്പോൾ? എൻ്റെ അങ്കിളിൻ്റെ കൂടെ ഒക്കെ വെളിയൊക്കെ പോകാമല്ലോ. അങ്കിളിൻ്റെ കൂടെ ബൈക്കിൽ പോകും? കാറിൽ പോകും? ബൈക്കിൽ പോകും, കാറിൽ, സൈക്കിളിലും പോകും, നടന്നു പോകും. എന്നാലും അവിടെ ചുറ്റി കറങ്ങാനാണ് ഇഷ്ടം. എവിടെയാ കറങ്ങുന്നത്? മൂന്നാറിലൊക്കെ പോകും. മൂന്നാർ അടുത്താണോ? വീടിനടുത്താണോ? അല്ല, ദൂരെ. അപ്പൊ ഞാനോർത്ത് ഇങ്ങനെ കറങ്ങാൻ പോകുന്ന പറയുമ്പോൾ അവിടെ ജംഗ്ഷനിലോ കവലയിലൊക്കെ പോകുന്നത്. ഇത് മൂന്നാറിലൊക്കെ പോകുന്നതാണ് കറക്കം. ശരി. അങ്കിള് 2-3 ദിവസമായിട്ട് 2-3 ദിവസത്തേക്കൊക്കെ നിങ്ങൾ അങ്ങ് പോകും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരത്തുള്ളൂ. അപ്പോഴെല്ലാം ഈ ബിസിനസിന്റെ കാര്യം മനസ്സിലുണ്ടാവും അവിടെ? ഇല്ല, അപ്പൊ അതൊക്കെ മറക്കും. ഓ ശരി. എന്താ പേര്? അലൻ ആബേൽ. ശരി. അലൻ സ്റ്റാൻഡേർഡ്? 8ലായി. ബിസിനസ് ആണോ ലക്ഷ്യം? അല്ല, അത് വേറെ. ആർക്കിയോളജിയിലാണ് താല്പര്യം. അതെന്താണ്? 8th ഒക്കെ ആയല്ലോ. അപ്പോൾ അല്ല, എനിക്ക് ഹിസ്റ്ററി ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ബേസ്ഡ് ആയിട്ടൊരു നല്ലൊരു ജോബ് തേടാനാണ് ഇഷ്ടം. പറ്റിയ കോഴ്സുകളും യൂണിവേഴ്സിറ്റിയൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ? കോഴ്സ് കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി അത് ഏതാണെങ്കിലും എനിക്ക് ഉറപ്പില്ല. എല്ലായിടത്തും സെയിം അല്ല. ഇന്ത്യയിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവിടെയാണ് കുറച്ചും കൂടെ നന്നായിട്ട് പഠിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെയാണെന്ന്. അവിടെ അല്ലെങ്കിൽ ഈജിപ്തിൽ പോകണമെന്നാണ്. കൈറോല് അങ്ങനെയുണ്ട്. കുറച്ച് അഡ്വെഞ്ചർ ഉള്ളൊരു ജോബാണ്. അഡ്വെഞ്ചർ കുറച്ച് ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഇത് അഡ്വെഞ്ചറസ് ജോബാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് ഏറ്റവും ബോറിംഗ് ലെവലിലുള്ള ഒരു ജോബാണ്. അപ്പോൾ 2 ചോയ്സസും ഉണ്ട്. ചോയ്സ് ഇസ് യോഴ്സ്. ആയിട്ടാണെങ്കിൽ നമുക്ക് പാരാ ജമ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അങ്ങനെയല്ല, എന്തെങ്കിലും കണ്ടുപിടിക്കുമ്പോൾ ഒരു മനസ്സിലുള്ളൊരു സന്തോഷം പോലെ അതാ കുറച്ചും കൂടെ. ഓക്കെ. നാട്ടിലേ പോകാറില്ലേ? ഇതുപോലെ അങ്കിൾമാരും ഒക്കെ ആയിട്ട് മൂന്നാർ പോകാനാണ് ഇഷ്ടം, അതോ വേറെ എന്താണ് ഇഷ്ടം? മൂന്നാർ പോവും, വീഗാലാൻഡ് പോവും, പിന്നെ ഒത്തിരി സിനിമ കാണും. ഉള്ള ദിവസം എല്ലാം സിനിമയും വെളിയിൽ പോക്കും. അവിടെ പോകുമ്പോൾ പിന്നെ വേറെ ചിന്തകളൊന്നും ഇല്ലല്ലേ?
തിരിച്ചു വരുന്നവരെ ഫ്രീ ആണ്. അതെ. നമസ്കാരം. നമസ്കാരം. കുഞ്ഞുവാവ കേട്ടിരിക്കുകയാണല്ലേ? അതെ. സ്ഥലം എവിടെയാണ്? ഞാൻ ചെന്നൈ. ചെന്നൈയാണ്. സാറ് കോട്ടയല്ലേ? അതന്നെ. അപ്പോൾ കോട്ടയം ചെന്നൈയും തമ്മിൽ 2 സ്റ്റേറ്റിന്റെ ഡിഫറൻസ് ഉണ്ടല്ലോ. അതന്നെ. എങ്ങനെ? ആ ശരി, സാറ് ചെന്നൈയിലുണ്ടായിരുന്നു പറഞ്ഞല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും ഈ ബന്ധം വന്നതെന്ന് ആലോചിക്കേണ്ട കാര്യമില്ല, സാറ് തന്നെ തപ്പിപ്പിടിക്കുക. പേര്? സുജാത പ്രിൻസ്. ഓക്കെ. ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ അതോ അവിടെ? ചെന്നൈയിൽ വർക്ക് ചെയ്യുമായിരുന്നു, സ്റ്റഡീസും ഉണ്ടായിരുന്നു. എത്ര വർഷമായി ഇവിടേക്ക് വന്നിട്ട്? UAE വന്നിട്ട് ഇപ്പോൾ 13 years ആയി. വിവാഹം കഴിഞ്ഞിട്ട്? ഓൾമോസ്റ്റ് 13 years. വിവാഹം കഴിഞ്ഞ ഉടനെ പോയി? അതെ. മലയാളിയാണോ അതോ തമിഴാളിയാണോ? തമിഴാണ്. ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ സാറിന്റെ? ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പൊ 1 year ആയി റിസൈൻ ചെയ്തിട്ട്. ഹംറിയ ഫ്രീ സോണിൽ വർക്ക് ചെയ്യുമായിരുന്നു, ഓപ്പറേഷൻസ്. അതെ. നമ്മുടെ കമ്പനിയിലല്ല, ഹംറിയ ഫ്രീ സോണിൽ ഒരു ഫുഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഓപ്പറേഷൻസ് മാനേജറായിട്ട്. ഇപ്പൊ 1 year ആയി റിസൈൻ ചെയ്തിട്ട്. ചർച്ചിൽ സ്ഥിരമായിട്ട് പോവാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ചർച്ചിൽ എല്ലാ ആഴ്ചയും പോകാറ്. അതും ആ കാര്യം നമ്മൾ മുടക്കാറില്ല. ഇവിടെ ഫ്രൈഡേ ആണല്ലേ? ഫ്രൈഡേ. അതെ. മോർണിംഗ്. നമ്മുടെ നാട്ടിലെ സൺഡേ അല്ല, സൺഡേ. അവിടുത്തെ സൺഡേ ഇവിടെ ഫ്രൈഡേ ആണ്. കുഞ്ഞാവയ്ക്ക് പേരെന്തായിട്ടിരിക്കുന്നു? അലീന പ്രിൻസ്. അലീന. സാറിന്റെ മമ്മിയാണല്ലേ? അതെ. കോട്ടയത്തല്ലേ? കോട്ടയത്ത്. റബ്ബറൊക്കെ ഒരുപാടുണ്ടോ? എന്നാ പറയാനല്ലേ. ശരി. പിന്നെ ഇപ്പൊ ഇങ്ങനെ കുറച്ച് വിസിറ്റിന് വന്നാ? അതെ. ഇടയ്ക്ക് ഇതിനു മുമ്പും വരാറുണ്ടോ? വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ബോറടിക്കുമ്പോ? സിസ്റ്റർ ഇൻ ലോ US-ലുണ്ട്. അവിടെ 6 months, ഇവിടെ 3 months, നാട്ടിലെ 3 months, ഇങ്ങനെ. അങ്ങനെയാണല്ലേ? എല്ലാ രാജ്യത്തും ഇങ്ങനെ നമ്മള് സാധാരണ അമ്മമാർക്ക് കിട്ടത്തില്ലല്ലോ അത്. മക്കളുടെ ഒരിക്കൽ പോകുന്ന ഒരു സുഖമല്ലേ. ഇവിടെ അങ്ങനെ ഉണ്ട്. ഇവിടെ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. US-ൽ കഴിഞ്ഞ ഒരാളുടെ അടുത്ത് അഭിമാനം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണ്ട. എല്ലായിടവും എനിക്ക് ഇഷ്ടമാണ്. ഇംഗ്ലണ്ടായിരുന്നു ആദ്യം, ഇംഗ്ലണ്ടിലാ പോയെ. അവിടെയുള്ള സ്വല്പം തണുപ്പും അല്ലാതെല്ലാം. പിന്നെ എന്നൊക്കെയാണേലും നാടാ. ഇനിയിപ്പോ ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ അന്തരീക്ഷമാണ്, ഏതൊക്കെ കാലാവസ്ഥയാണ്, എവിടെയാണ് നല്ലതെന്നൊക്കെ അമ്മയടുത്ത് ചോദിച്ചാൽ അറിയാം. ഏത് വീട്ടിൽ പോയാലും ഞങ്ങളൊരു മലയാളം വാക്ക് തെറ്റുകൂടാതെ പറയാൻ നിർബന്ധമായിട്ട് പറയും. അത് ഒരു ചെന്നൈക്കാരി എങ്ങനെ പറയുമെന്നറിയില്ല, മലയാളികൾക്ക് പറയാൻ പറ്റുമെന്ന്. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ എന്നെ പഠിപ്പീര്. വീടൊക്കെ പഠിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. പറയട്ടെ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. 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 ചൂട് ചേമ്പൊക്കെ ഇങ്ങനെ കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. വളരെ ശ്രദ്ധിച്ചൊക്കെയാണ്. മൂത്ത പുത്രൻ രാമമൂർത്തി. ഇത്രയും ശ്രദ്ധയൊക്കെ ഇല്ലെങ്കിൽ ഇങ്ങനെ ബിസിനസ് ഒന്നും കൊണ്ട് നടക്കാൻ പറ്റില്ല. പോലും തെറ്റാതിരിക്കാൻ വേണ്ടി. എന്തായാലും വളരെ സന്തോഷം. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് വരട്ടെ. ക്രീക്ക് പാസഞ്ചർ ട്രാൻസ്പോർട്ട് ദുബായിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ക്രീക്ക് നൽകുന്ന ഒരു സമ്മാനം നിങ്ങൾക്കുണ്ട്. The home in your dreams. The comfort you wanted. We have many options. Nova Castle, Meridian Heights, Blue Diamond, Oakdale, Sharon Hills. One builder with many options. Samson and Sons, Builders and Developers Private Limited. Trust across generations. UAE Exchange, world's trusted money transferer. The home in your dreams. The comfort you wanted. We have many options.
Nova Castle, Meridian Heights, Blue Diamond, Oakdale, Sharon Hills. One builder with many options. Samson and Sons, Builders and Developers Private Limited. നമസ്കാരം. നമ്മളിപ്പോൾ അബുദാബിയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു കൊച്ചു കുടുംബത്തോടൊപ്പമാണ്. ഈ നാട്ടിൽ അബുദാബിയിലെ ഒരു പൊതുക്കാര്യ പ്രസക്തന് ഒരു 36 വർഷത്തെ പ്രവാസ ജീവിതത്തിനുടമയുമായ ശ്രീ കെ ഗോപാൽ. അദ്ദേഹം ഇവിടെ ബെസ്റ്റ് ആൻഡ് ഫൈൻ ഫുഡ് സ്റ്റെപ്പ് സർവീസസ് എന്ന് പറയുന്ന ഒരു ഔട്ട്ഡോർ കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്നുണ്ട്. കൂടാതെ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനമുണ്ട്. അങ്ങനെ കൊച്ചു കൊച്ചു ഏർപ്പാടുകളുമായിട്ട് ഭാര്യാസമേതനായി ജീവിക്കുന്ന ഒരു മകനുണ്ട്. ഇപ്പോൾ നാട്ടിലാണ്. ഗോപാൽ സാർ പറഞ്ഞില്ല, അതൊന്നും തെറ്റില്ലല്ലോ, കറക്റ്റ് അല്ലേ കാര്യം? വളരെ കറക്റ്റ്. അപ്പോൾ സ്വാഗതം. താങ്ക് യു. ഓക്കെ. പിന്നെ ഞാൻ പൊതുക്കാര്യ പ്രസക്തൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇവിടെ സോഷ്യൽ സർവീസ്, സോഷ്യൽ എന്താ ഇന്ത്യൻ സോഷ്യൽ അക്കാദമി, എല്ലാത്തിലും സജീവമാണ്. സജീവമായിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് പിന്നെ പറയാം. അതിനു മുമ്പ് ഈ 36 വർഷത്തിന് മുമ്പ് പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ഗൾഫുകാരെന്നുള്ള ഒരു ഏരിയ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, വളരെ കുറച്ച് ആൾക്കാരുള്ള ഒരു സ്ഥലമാണ്. ആ സമയത്ത് എങ്ങനെ ചാടി ഇങ്ങനെ UAE-ലെത്തി? ഒരു ഫ്രണ്ട് പുള്ളി അന്ന് നാട്ടിൽ നിന്ന് പോരുമ്പം പുള്ളി അന്നത്തെ കാലത്ത് ഈ ലോഞ്ച് വരുന്നൊരു പരിപാടി. അപ്പോൾ പുള്ളി അങ്ങനെ വീട്ടിലാരും അറിയാതെ നാട്ടിലിങ്ങനെ ലോഞ്ച് കയറി വന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. സോമൻ എന്നാണ് പുള്ളിയുടെ പേര്. അങ്ങനെ ഇവിടെ വന്ന് പുള്ളി നിലയും വിലയൊക്കെ ആയി നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ നീയും കൂടെ പോരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ ഒരു വിസ എടുത്ത് തന്ന് അങ്ങനെയാണ് ഞാൻ 75 ഓഗസ്റ്റ് 3 ദുബൈയിലാണ് വന്ന് ഇറങ്ങുന്നത്. പക്ഷേ റാസൽ കൈമ വിസയായിരുന്നു. അങ്ങനെ അവിടെ വന്നു. റാസൽ കൈമ ജോലിയായി. ചോദിക്കട്ടെ, ഈ സോമൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ടോ അതോ? അല്ല, പുള്ളി നാട്ടിലാണ്. ഇവിടുത്തെ പുള്ളി പ്രവാസ ജീവിതമൊക്കെ അവസാനിച്ച് നാട്ടിൽ ഇപ്പം അത്രയ്ക്ക് അത്യാവശ്യം സമ്പാദിച്ചു. ആവശ്യത്തിനുള്ളതൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് റാസൽ കൈമയിൽ എനിക്ക് അവിടെ ഒരു ചെറിയൊരു ജോലി കിട്ടി. അതുമായിട്ട് അങ്ങനെ ഇരുന്ന് പിന്നെ അവിടുന്ന് ഒരു 5 വർഷം ആ കമ്പനി ജോലി ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ അബുദാബി വന്നു. ഇവിടെ മിഡിൽ ഈസ്റ്റ് ഡാറ്റാ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഒരു 22 വർഷം അങ്ങ് ജോലി ചെയ്തു. 22 വർഷം? അതെ. അവരെ അങ്ങ് മുടിപ്പിച്ചു ജോലി. അതെ, അവരെ നന്നാക്കി. ഞാനും വലിയ കുഴപ്പമില്ലാതെ നന്നായി എന്ന് വേണം പറയാം. അങ്ങനെ ഒരു പ്രവാസ ജീവിതത്തിൽ പിന്നെ അതിനോടിടയ്ക്ക് അവിടെ അവർ കമ്പ്യൂട്ടർ ഫീൽഡ് തന്നെയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആദ്യകാല കമ്പ്യൂട്ടറിൻ്റെ ഒരു മെയിൻ, ഇപ്പോൾ ഇവിടുത്തെ അറിയപ്പെട്ട വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനിയാണ് അവരാണ്. അതെ. അപ്പോൾ ആ കമ്പനിയിലായിരുന്നു. അപ്പം കമ്പ്യൂട്ടർ അന്ന് ആയി വരുന്നേ ഉള്ളൂ. 22 വർഷം. അതെ. അന്നൊക്കെ ഈ പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ആദ്യകാലമായിരുന്നു. അതുകൊണ്ട് നല്ല മാർജിനോട് കൂടിയുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നടത്തിയൊരു കമ്പനിയായിരുന്നു. അപ്പോൾ അവിടെ അതെല്ലാം കഴിച്ച് പിന്നെ അതിനോടിടയിൽ തന്നെ ഞാൻ ഒരു സൈഡ് ബിസിനസ് പോലെയാണ് ഈ കമ്പ്യൂട്ടർ ഡാറ്റാ റൈസ് എന്ന് പറയുന്ന പ്രസ്ഥാനം. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് തോന്നി അത് ഇതിനോട്ട് പൂർണ്ണമായിട്ട് അങ്ങനെ 93 ഞാൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങുകയാണ്. കാറ്ററിംഗ് അല്ല, ഈ ഡാറ്റാ റൈസിലെ കമ്പ്യൂട്ടർ പൂർണ്ണമായിട്ടും. അതെ. അപ്പോൾ അന്ന് അതിനകത്ത് അപ്പോഴത്തേനും ഏകദേശം ഇവിടുത്തെ ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു ബൂമൊക്കെ അങ്ങോട്ട് കുറഞ്ഞിട്ട് ആ ഒരു മാർജിൻ ലെവൽ കുറഞ്ഞു, പേയ്മെൻറ്റ് പ്രോബ്ലംസ്, ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ്സിന് ചില പ്രോബ്ലംസൊക്കെ അത് ഇന്ന് നിലവിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പോയി പിന്നെ ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്താൽ ബിസിനസ് ഇപ്പോഴും ഈ നാട്ടിലുണ്ട്. അങ്ങനെ ഈ നാട് എല്ലാവർക്കും നല്ലൊരു നാട് തന്നെ, അത് പറയാതിരിക്കാനൊക്കെ തന്നെ. ഇവിടെ ആരും ഒന്നും കൊണ്ടല്ലോ വന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും സജീവമായിട്ട് നിൽക്കുന്ന കാറ്ററിംഗ്. ഇപ്പം കാറ്ററിംഗ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് ഫൈൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ബസ് സ്റ്റാൻഡ് ഫൈൻ ഞങ്ങൾ 7 പേര് കൂടിയാണ് നടത്തുന്നത്. ഞങ്ങളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് 1.5 വർഷമായുള്ളൂ. പക്ഷേ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ നല്ല ഫുഡാണ്. ഇവിടെ അബുദാബിയിൽ എല്ലാവർക്കും ഇപ്പോൾ അറിയപ്പെട്ട സ്വന്തം സ്ഥാപനത്തിൽ നല്ല ഫുഡല്ലെന്ന് ആരെങ്കിലും പറയും? അല്ല, കഴിച്ചവർ പറഞ്ഞേ, ഞാൻ പറഞ്ഞല്ല. പ്രധാനമായിട്ടും അബുദാബിയെ സംബന്ധിച്ച് ചോദിക്കാനുള്ളത്, ഇവിടെ ഈ ഫുഡ് മറ്റുള്ള കാര്യങ്ങൾ ഹൈജീനിക് ആയിട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ പേടിക്കേണ്ട കേസ് അല്ലല്ല, പേടിക്കല്ല. അത് ശരിക്കും പറഞ്ഞാൽ വളരെ വേണ്ട ഒരു കാര്യമാണ്. മുനിസിപ്പാലിറ്റി ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഏതൊരു റെസ്റ്റോറൻറ്റിൽ പോയാൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വളരെ നീറ്റാണ്. അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ആദ്യം ഏതൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ളല്ലോ ഒരു റെസിസ്റ്റൻസ് നമുക്കുള്ളതാണ്. അതേ ഉള്ളൂ. പ്രത്യേകിച്ച് മലയാളികൾക്ക് പ്രത്യേകിച്ച് എന്തിനാണ് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഈ ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് മേഖലയിൽ പിന്നെ ജോലി ചെയ്യുന്നവരുടെ ഒരു ഹൈജീനിക്ക്, അവരുടെ ഹെൽത്ത്, മെഡിക്കൽ കാര്യങ്ങളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മൾ അതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ? അതൊക്കെ ഞങ്ങൾ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഫൈൻ കിട്ടുമേ. അപ്പം അത് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ യാതൊരു രക്ഷയില്ല. ലൈസൻസ് ക്യാൻസൽ ചെയ്യുക, പിന്നെ ഹെവി ഫൈനാണ്. ഇതിനകത്ത് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ഇതിൻ്റെ ബിസിനസ് വരുന്നത്? ശരിക്കും കമ്പനികളിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഈ ഗാലറിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ലേബർ ക്യാമ്പുകൾ, അതൊരു ഫീൽഡാണ്. പിന്നെ ഈ ഹോസ്പിറ്റൽ, അവർക്ക് ഗ്യാതറിങ്, പിന്നെ ഗെറ്റ് ടുഗദറുകൾ എല്ലാം ഉണ്ട്. പിന്നെ ഈ ഓണം, വിഷു, പിന്നെ പെരുന്നാളുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ. ഇപ്പോൾ എല്ലാവരും 10 പേര് കൂടിയാൽ ഉടൻ വിളിക്കല്ലേ. ഈ ഇവിടുത്തെ ലോക്കൽസിൻ്റെ കല്യാണങ്ങൾ, അങ്ങനെയുള്ള
വലിയ ഇവൻറ്റ്സ് നമുക്ക് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഇല്ല. അറബിക് ഫുഡ് കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ആടിനെയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ഫുള്ളായിട്ട് ചെയ്യുന്നത്, അത് അങ്ങനെയൊക്കെയുള്ള പരിപാടി അത് നമ്മൾ ചെയ്തില്ല. അതിനുള്ള കുക്ക് ഇല്ലാത്തതാണോ? അതിനുള്ള ഫെസിലിറ്റീസ് അല്ല, അതിനുള്ള ഫെസിലിറ്റി നമുക്കില്ല. കുക്കിനൊക്കെ കുക്ക് കിട്ടുമല്ലോ. കുക്ക് മെയിൻലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മലയാളി കുക്കുകളാണ്. പേര് സരള ഗോപ്. പൊൻകുന്നത്ത് തന്നെയാണോ? ചേനപ്പാടി എന്ന് പറയും. പൊൻകുന്നത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ. വലിയ ദൂരമൊന്നുമില്ല. ഇല്ല. പൊൻകുന്നത്തിന്റെ ഒരു ശാലീനതയൊക്കെ ഉണ്ട്. 3 സൈഡും ഒരു നദിയാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ചേനപ്പാടി. മണിമലയാറ് 3 സൈഡും ഉണ്ട്. ഒരു ഐലൻഡാണത് ശരിക്കും. ഐലൻഡിൽ നിന്ന് എന്നെ തപ്പി വന്നു. ഇത് പണ്ട് പറയുമല്ലോ, നെല്ലുണ്ടെങ്കിൽ എവിടെ നിന്നും വരുമെന്ന് അങ്ങനൊക്കെ പറയുന്ന പോലെയാണ്. ശരി, എത്ര വർഷമായി? ഞാൻ ഇവിടെ വന്നിട്ട് 87 ഏപ്രിലിൽ വന്നതാണ്. വിവാഹം കഴിഞ്ഞ 86 നവംബറിൽ വിവാഹം കഴിഞ്ഞു. 87 വന്നു. 88 മോനുണ്ടായി. ഒരാളേ ഉള്ളൂ, ഒരു മോനാണ്. മോൻ അർജുൻ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. കുഴപ്പമില്ലാതെ കഴിഞ്ഞു. വേറെ വർക്ക് ചെയ്തിരുന്നു ഇവിടെ. വിസ ആയിട്ടില്ല. ഇപ്പൊ നാട്ടിൽ തിരിച്ചു പോയിരിക്കുന്നു. ഇപ്പൊ വരും, ഉടനെ വരും. നാട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ അവിടെ ആരാണുള്ളത്? അമ്മയുണ്ട്. പിന്നെ ഞങ്ങൾ 6 മക്കളാണ്. ഒരു ബ്രദറും 5 സിസ്റ്റേഴ്സും. 22 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞങ്ങൾ വരുന്ന വീടുകളിൽ ഏത് മറുനാടൻ മലയാളികളുടെ വീട്ടിൽ പോയാലും മലയാള ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു വാക്ക് തെറ്റാതെ പറയാൻ ആവശ്യപ്പെടും. അപ്പൊ അത് കൃത്യമായിട്ട് തെറ്റാതെ പറയും. റെഡിയാണ്? റെഡിയാണ്. കിളിരുരുളി വാലുരുളി കിളിരുരുളിയിൽ ഒരു ചോറുരുള എന്ന് പറയാമോ? കിളിരുരുളി വാലുരുളി കിളിരുരുളിയിൽ ഒരു ചോറുരുള. കിളിരുരുളി വാലുരുളി വാലുരുളിയിൽ ഒരു ചോറുരുള. കിളിരുരുളി വാലുരുളി വാലുരുളിയിൽ ഒരു ചോറുരുള. കിളിരുരുളി വാലുരുളി വാലുരുളിയിൽ ഒരു ചോറുരുള. കിളിരുരുളി വാലുരുളിയിൽ ഒരു ചോറ്. ഇത്രയും തെറ്റിക്കുന്ന ഒരാളിനെ ഞാൻ എന്തായാലും ഈ കൊച്ചു കുടുംബത്തിൽ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ചിരിച്ചിരിച്ച് കണ്ണൊക്കെ നിറഞ്ഞു. താങ്ക് യു വെരി മച്ച്. മറുനാടും മലനാടിൻ്റെയും വിശേഷങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത ആഴ്ച. അതിനു മുമ്പ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. വിലപ്പെട്ട